ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം നമ്മൾ നാട്ടിലല്ല, മുംബൈയിലാണുള്ളത്. നമ്മളിപ്പം ഓൺ ദി വേ ടു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതേ നമ്മൾ ഇവിടുത്തെ മുംബൈത്തെ മെയിൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ എത്തിയപ്പോഴേക്കും ലേറ്റായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് എത്തേണ്ടായിരുന്നു, പക്ഷേ ലേറ്റായി പോയി. നമ്മൾ രാത്രി എത്തി. എന്തായാലും നമുക്ക് വ്യൂ മിസ്സാക്കാൻ പാടില്ലല്ലോ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഫുള്ളൊരു പഴയ ടൈപ്പ് ബിൽഡിങ്ങുകളും സിറ്റിയൊക്കെ, റോഡും ഇതൊക്കെ ഓക്കെ, പക്ഷെ ബിൽഡിങ്ങുകൾ നല്ല രസമുണ്ട്. ഫുള്ള് വിൻറ്റേജ് ടൈപ്പ് ബിൽഡിങ്ങുകൾ. ഫൈനലി നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ അവിടെ എത്തി. നേരെ സൈഡിലതാ താജ് ഹോട്ടൽ. നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ നേരെ ഫ്രണ്ടിലാണ്. ഏകദേശം 26 മീറ്റർ ഉയരം ഇതിന് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 1911 ഇതിൻ്റെ തറക്കല്ലിട്ട്. അതായത് ബ്രിട്ടനിലെ 5ാം രാജാവായ ജോർജ് രാജാവും മേരി രാജ്ഞിയും കൂടിയും ഇവിടെ വന്ന് സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചത്. നമ്മൾ താജും അതേപോലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയൊക്കെ കണ്ട് ഇനി നമുക്ക് നേരെ മറൈൻ ഡ്രൈവിലേക്ക് പോകാം. ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. നൈറ്റ് ആയതുകൊണ്ട് ഷൂട്ട് അത്ര പോസിബിൾ അല്ല. എന്തായാലും നമുക്ക് മാക്സിമം നോക്കാം. ഗൈസ്, മറൈൻ ഡ്രൈവ് എത്തി. മറൈൻ ഡ്രൈവ് ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ്. അങ്ങോട്ടൊരു വ്യൂ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അടിപൊളി വ്യൂ. ഇത് കണ്ടോ, അങ്ങോട്ട് കണ്ടോ, എന്ത് രസ വ്യൂ. അങ്ങനെ നമ്മൾ ഏകദേശം 5-6 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മളൊരു ഡേഞ്ചറസ് മല കയറാൻ വേണ്ടി വന്നതാണ്. അരിഗർ ഫോർട്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഭയങ്കര പ്രത്യേകത ഉള്ള ഒരു മലയാണ്. അപ്പം അത് കയറാനാണ് നമ്മളിങ്ങോട്ട് വന്നത്. ആണെങ്കിൽ നല്ല മഴ ഉണ്ട്. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. ഇങ്ങോട്ടുള്ള വഴിയാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു. ഓൾമോസ്റ്റ് 17 കിലോമീറ്റർ ഉണ്ട്. ആ 17 കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു ഗ്രാമം, അതേപോലെ ഇങ്ങനത്തെ പച്ചപ്പ് സെറ്റപ്പ്, ഒരു രക്ഷയില്ലായിരുന്നു ഇങ്ങോട്ടുള്ള വഴി. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ മുംബൈയിലാണെങ്കിൽ മുംബൈയിൽ നിന്ന് നിങ്ങൾ നാസിക്കിലോട്ട് വരിക. നാസിക്കിൽ നിന്ന് ട്രംബകേശ്വറിലോട്ട് ബസ് കയറുക. ബസ് കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് ടാക്സി കിട്ടും. ടാക്സി കിട്ടിയിട്ട് ആ ടാക്സി എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഇത് നമുക്ക് ഇവിടുന്ന് കണ്ട് പുതിയ ഫ്രണ്ട്സ് കേട്ടോ. ആദ്യം നമുക്ക് ഈ മല ഫുള്ള് ആദ്യം കയറണം. അത് കഴിഞ്ഞിട്ട് യഥാർത്ഥ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഈ അരിഗർ ഫോർട്ടിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. പക്ഷെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇന്ത്യസ് മോസ്റ്റ് ഡേഞ്ചറസ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് 200 സ്റ്റെപ്പ് ഉണ്ട് ഇത് കയറാൻ. ട്രക്കിങ് 200 സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രി സ്ലോപ്പ്, 200 സ്റ്റെപ്പ് കയറാണ്ട്. അയ്യോ, ഞാൻ ഇങ്ങനൊരു ട്രക്കിങ്ങിനാ വരുന്നതെന്നുള്ളത് എൻ്റെ പാരൻസ് അറിയില്ല. അവര് വിചാരിക്കുന്നത് ഞാൻ ബാംഗ്ലൂർ പോവാന്നാ. പിന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ അന്ന് മോർണിംഗ് ആണ് ഞാൻ പറയുന്നത് ഞാൻ മുംബൈക്കാണ് പോകുന്നത്. വരാൻ പ്ലാൻ ചെയ്യുന്നവർ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ചപ്പൽസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രിപ്പുള്ളൊരു ഷൂ മാക്സിമം യൂസ് ചെയ്യാം. എൻ്റെ കൂടെയുള്ള ഈ 2 ഏട്ടന്മാർ കണ്ടോ, അവർ നോർമൽ സ്ലിപ്പറാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് എന്താ വെച്ചാൽ അവരിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3-4 പ്രാവശ്യം കയറി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഒരു 4-5 പ്രാവശ്യം സ്ലിപ്പായി. അപ്പോൾ മാക്സിമം ഗ്രിപ്പുള്ള എന്തെങ്കിലും ഷൂവോ എന്തെങ്കിലും ചെരുപ്പായാലും ഗ്രിപ്പുള്ള ചൂസ് ചെയ്തിട്ട് വരിക. മാക്സിമം അല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ സൺഡേ ചൂസ് ചെയ്യാതിരിക്കുക. കാരണം സൺഡേ അത്ര ക്രൗഡ് ഉണ്ടാവും. ഏറ്റവും ബെറ്റർ നിങ്ങൾ വാക്കിംഗ് ഡേ, അതായത് മൺഡേ ട്യൂസ്ഡേ നിങ്ങൾ ചൂസ് ചെയ്യുക. അവിടുന്ന് വരുന്ന കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടോ, എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഫ്രണ്ട്സാണ്. ഇവരുമാര് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബ്. അതായത് നമ്മൾ ഈ ട്രാവലിംഗ് ടൈമിൽ നമുക്ക് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫ്രണ്ട്സിനെ കിട്ടും. അപ്പം അവർ ചിലപ്പോൾ നമുക്ക് 3 മണിക്കൂറിനോ അല്ലെങ്കിൽ 6 മണിക്കൂറിനേ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെ ലൈഫിൽ അവരുണ്ടാക്കുന്ന മെമ്മറി കുറച്ചൊന്നുമല്ല, അത്രയും അടിപൊളിയാണ്. അതായത് ട്രാവലിംഗ് ടൈം ഇങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് കിട്ടും. ഈ
ഈ ഒരു ഡെസ്റ്റിനേഷന് 2 നെയിമുണ്ട്. ഒന്ന് ഹർഷാവാടി, പിന്നെ എല്ലാവർക്കും അറിയുന്ന ഹരിയർ ഫോർട്ട്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 3700 അടി ഉയരത്തിലാണുള്ളത്. ഏകദേശം 200 സ്റ്റെപ്പ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 200 സ്റ്റെപ്പും 80 ഡിഗ്രി ചെരിഞ്ഞിട്ടാ. അപ്പൊ അത് ഞാൻ പറഞ്ഞു, വരുന്നവരെല്ലാവരും മാക്സിമം കെയർഫുൾ ആവുക. രാജാക്കന്മാരുടെ കാലത്ത് ഈ ഹിൽ സ്റ്റേഷൻ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഈ മല യൂസ് ചെയ്തത്. കാര്യം പറയാനുള്ളത്, ഇവിടേക്ക് ട്രാവൽ ചെയ്തെത്തണമെങ്കിൽ കുറച്ച് ടൈം വേണം. നമുക്ക് 5 hours അല്ലെങ്കിൽ 6 hours ടൈം വേണം. ആ ട്രാവൽ ചെയ്ത് ക്ഷീണം വെച്ചിട്ട് ഈ മല കയറാൻ നിൽക്കരുത്. അത് നമ്മളെ ബോഡി പറ്റ വീക്കാക്കും. നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുത്ത് ഇവിടെ വന്നിട്ട് ഈ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഒറിജിനൽ ട്രക്കിങ് തുടങ്ങുകയാണ്. ഇനി കേരള മലയാണ് കഴിച്ചത്. ശരിക്കും കണ്ട് ഞെട്ടിരിക്കട്ടോ. 80 ഡിഗ്രി ചെരിഞ്ഞാ നിൽക്കുന്നത്. ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താ വെച്ചാല്, നല്ല കുരങ്ങന്മാരെ ശല്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ഗാഡ്ജറ്റോ എന്തെങ്കിലും ഫുഡോ എന്തുണ്ടെങ്കിലും ഹൈഡ് ചെയ്യാം. കേരള സ്ലോപ്പ് ഉണ്ടോ, എത്ര സ്ലോപ്പാ. ഞാൻ ആദ്യം പറയുന്നത്, ഇവിടേക്ക് വരുന്നവര് ഈ നമ്മളെ ബാലൻസിന്റെ പ്രശ്നം, അതേപോലെ ഹൈറ്റ് പേടിയുള്ള ആൾക്കാരൊന്നും ആദ്യം ഇവിടേക്ക് ചൂസ് ചെയ്യണ്ട. അതാ ഞാൻ പറയുന്നത്. കാരണം വന്നു കഴിഞ്ഞാൽ നല്ല പ്രശ്നം വരും. പിന്നെന്താ പ്രശ്നം എന്ന് വെച്ചാല്, നല്ല കാറ്റുണ്ട്. ആ കാറ്റ് നമ്മളെ ഒരു സൈഡിലേക്ക് വലിക്കുന്നുണ്ട്. ശരിക്കും ഇവിടേക്ക് കയറേണ്ട എങ്ങനെയാറോ, അറ്റ് എ ടൈം ഒരു സൈഡിലേക്ക് കയറാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ എല്ലാ പ്രാവശ്യം ഇപ്പൊ നടക്കല എങ്ങനെയാന്ന് വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഈ സ്റ്റെപ്പുമ്പോ തന്നെയാണ്. പിടിച്ചിറങ്ങിക്കോട്ടോ. ഓക്കെ അല്ലേ? ബാക്കി നമുക്ക് കയറാം. എല്ലാരും 2 കൈയൊക്കെ വെച്ചാ കയറുന്നത്. ഞാനൊരു കൈ എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യാൻ മാക്സിമം നോക്കുന്നുണ്ട്. പിന്നെ അതിൽ കയറുമ്പോ ഒരു സ്റ്റെപ്പ് മിസ് ചെയ്ത് നമ്മൾ കയറരുത്. 2 സ്റ്റെപ്പ് എക്സ്ട്രാ വെച്ച് കയറരുത്. എന്താണ് സ്റ്റെപ്പ് അതിനെ കറക്റ്റ് ചെയ്തത്. ഇതുകൂടെ ഇങ്ങനെ പോകാൻ പറ്റും. കുനിഞ്ഞു പോകണം. ഓവർ ഷൂട്ടിങ് നമുക്ക് പോസിബിൾ അല്ല. ഫോണിന്റെ സ്പീക്കറിന്റെ ഉള്ളിൽ വെള്ളം കയറിയാണ്. ക്യാമറയിൽ മൊത്തം വെള്ളമാണ്. പിന്നെ കേസിന്റെ ഉള്ളിൽ വെള്ളമുണ്ട്. പിന്നെ എൻ്റെ മൈക്കിന്റെ റിസീവർ ഇതായി ചാർജ് കയറുന്നത്. ഷൂട്ടിങ് പോസിബിൾ അല്ല. ഇപ്പൊ ഈ അടിക്കുന്ന കാറ്റിന്റെ സൗണ്ടൊക്കെ കയറുണ്ടാവും. മേ ബി നമുക്ക് നോക്കാം. ഇതിന്റെ എൻഡിലൊരു കൊടിമരം, അതാണ് ഹരിയർ ഫോർട്ടിന്റെ എൻഡ്. അതും കൂടി കണ്ടിട്ട് തിരിച്ചിറങ്ങാം. മൈക്കിലൊക്കെ വെള്ളം കയറിയണമെന്ന് അറിയില്ല. ക്യാമറ ഇപ്പൊ ഞാൻ തുടച്ചപ്പോ റെഡിയായി. ഇതിലും വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നു റിസീവർ പെട്ടെന്ന് നിന്ന്. അത് വെള്ളം കയറിയിട്ട് നിന്നതാണോ അറിയില്ല. നമുക്ക് മല ഇറങ്ങട്ടെ. അതിന്റെ മുകളിലെത്തണം. അതിന്റെ മുകളിലെത്തുമ്പോഴേ 3700 അടി മുകളിലേക്ക് എത്തുള്ളൂ. ഫൈനലി എൻഡിൽ ഇതേ നമ്മള് ഇന്ത്യന്റെ ഫ്ലാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം. ഈ മല ഫുള്ള് കരഞ്ഞു കയറിയ ഒരു കുട്ടിയായിരുന്നു. ഇല്ല, കേറിക്കോ കേറിക്കോ. ആ ഇനി അടുത്ത് കേറ്. അമ്മേന്റെ ഹാപ്പിനെസ് നോക്കണേ. അവളെ അമ്മയത്. ഞങ്ങള് മലയിന്ന് തിരിച്ചിറങ്ങ. ഇനി കേറിയ സ്റ്റെപ്പ് ഫുള്ള് തിരിച്ചിറങ്ങണം. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സംഭവം കണ്ടോ, ഈ ഗ്യാപ്പിലൊക്കെ പൈസ, ഓരോരുത്തര് പൈസ വെച്ചാണ് ഇവിടെയൊക്കെ. നമുക്കിനി ബാക്കി മല ഇറങ്ങാം. നമ്മളെ മെയിൻ സ്പോട്ടായ ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ പോവാ. ഓരോ സ്റ്റെപ്പും ഇറങ്ങുമ്പോൾ സ്കിപ്പ് ആവാതെ മാക്സിമം നോക്കണം. ഇവിടെ പിടിക്കാൻ ഇതുണ്ട്. ഇത് പിടിച്ചിട്ട് കറക്റ്റ് ഓരോ സ്റ്റെപ്പ് ഇറങ്ങണം. അതെ, നമ്മള് വ്യൂ ഇപ്പോഴാണ് തെളിഞ്ഞു വന്ന്. കയറിയപ്പം ഫുള്ള് കോടയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് വ്യൂ തെളിഞ്ഞു വന്ന്.
ഇതാണ് സ്റ്റെപ്പ്. പക്ഷേ എല്ലാരും പറയണേ ഭയങ്കര ഡേഞ്ചറസ് അങ്ങനെയൊന്നുമല്ല. ഒന്ന് കെയർഫുൾ ആയ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് കയറാം. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. അതായത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇറ്റ്സ് ആൾ അബൌട്ട് മൈൻഡ്, നോട്ട് അബൌട്ട് മണി. അതായത് മണി നമുക്ക് വേണം, പക്ഷെ ആവശ്യത്തിന് കുറച്ച് മതി. പക്ഷെ ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് മൈൻഡ് സെറ്റ് ആണ്. അതായത് ട്രാവലിംഗ് തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാം, നമുക്ക് പൈസ പൊട്ടിച്ച് ലാവിഷ് ആയിട്ട് ട്രാവൽ ചെയ്യാം. പക്ഷേ മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. കാരണം ഉള്ള ഒരു ലൈഫല്ലേ ഉള്ളൂ നിങ്ങൾക്ക്. ആ ലൈഫ് റിഗ്രറ്റ് അടിക്കാതെ ഒരു മൊമെന്റ് ലൈഫിൽ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാതെ ആ ഒരു മൊമെന്റ് നമുക്ക് യൂസ്ഫുൾ ആക്കാൻ നോക്കാം മാക്സിമം. അപ്പം വീഡിയോ എൻഡ് ആക്കുന്നതിന് മുമ്പ് ഇതൊന്ന് പറയണം എന്നൊക്കെ തോന്നി. അപ്പൊ ഓക്കെ, നമുക്ക് മഹാരാഷ്ട്രത്തെ വീഡിയോ ഇനി വരും. കുറെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, നമ്മളെ നാട്ടുകാർ കുറെ ഉണ്ടായിരുന്നു, പരിചയപ്പെടാൻ പറ്റി. ഞങ്ങളിപ്പോൾ മല ഇറങ്ങി അടിയിലെത്തി, നമ്മളെ വണ്ടി ഓൾമോസ്റ്റ് അവിടെയല്ലേ. അപ്പം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇനി മഹാരാഷ്ട്ര നെക്സ്റ്റ് വീഡിയോ ഇനി വരും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ പറയാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.